ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗോസ്ബൽ മിഷൻ ഗൾഫൊരുക്കുന്ന ഈ ആത്മീക സംഗമത്തിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യും. മരുഭൂമിയുടെ സുവിശേഷീകരണം എന്നുള്ള ആത്മാർത്ഥമായ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തെ ദൈവം വിശാലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, 2009 എന്ന് പറയുന്ന വർഷം ഏകദേശം നമ്മളെ വിട്ടതിന്റെ ദൗത്യം പൂർത്തീകരിച്ചതിന്റെ വിശ്രാമത്തിലേക്ക് കടന്നുപോയി. 2010 പ്രാരംഭ മാസങ്ങളിൽ കൂടെ കടന്നുപോകുന്ന ഒരു ദൈവദാസൻ എന്ന നിലവാരത്തിൽ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന കാലഘട്ടത്തെ വിചിന്തനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന വസ്തുത, ലോകശാസ്ത്ര പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ആഴിയെ കണ്ട് അറച്ച മനുഷ്യൻ ആകാശത്തെയും കീഴടക്കിക്കൊണ്ട് തന്റെ ചൈത്ര യാത്ര തുടരുന്നു. മനുഷ്യൻ പുരോഗതിയുടെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറുമ്പോഴും മനുഷ്യ സമുദായത്തിന് ഭീഷണി ഉയർത്തുന്ന നിരവധി പ്രശ്നങ്ങൾ ഇന്നിന്റെ ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ സംഘടനയുടെ ഒരു പ്രത്യേക മീറ്റിംഗ് ജനീവ എന്ന് പറയുന്ന പട്ടണത്തിൽ നടക്കുവാനിടയായി. ആ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ലോകം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ള വിഷയമായിരുന്നു. ലോകത്തിലെ പ്രബുദ്ധരായ രാജ്യങ്ങളുടെ നേതാക്കന്മാരും പ്രതിനിധികളും ഒന്നിച്ചുകൂടിയ ആ സംഗമത്തിൽ ലോകം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് കുലകുലക്ഷിതമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രതിനിധികൾക്കും അവസരം ലഭിച്ചപ്പോൾ അവരവരുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളി ലോകത്തിന്റെ വെല്ലുവിളിയാണെന്നുള്ളതായ നിലവാരത്തിൽ അവർ കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ പ്രതിനിധികൾ ആ മീറ്റിംഗിലുണ്ടായിരുന്നു, ആഫ്രിക്കയുടെ പ്രതിനിധികൾ ആ മീറ്റിംഗിലുണ്ടായിരുന്നു, അമേരിക്കയുടെ പ്രതിനിധികൾ ആ മീറ്റിംഗിലുണ്ടായിരുന്നു. ഇതര രാജ്യങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നു: ലോകം നേരിടുന്ന വെല്ലുവിളികൾ. ഇന്ത്യയുടെ പ്രതിനിധികൾക്ക് അവസരം ലഭിച്ചപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രശ്നം ലോകത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നുള്ള നിലവാരത്തിൽ അവർ കാര്യങ്ങളെ അവതരിപ്പിക്കുക. എന്താ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? നമുക്കറിയാം, ലോകത്തിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണല്ലോ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അഥവാ ജനസംഖ്യയുടെ വർധനവ്. 2025 ലോകത്തിലെ ഏറ്റവും ജനസംഖ്യാ നിബിഡമാകുന്ന ചൈനയെ കവച്ചു വെക്കുന്ന ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ജനസംഖ്യയുടെ വർധനവ്. ജനസംഖ്യയുടെ വർധനവാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ള നിലവാരത്തിൽ ഭാരതത്തിന്റെ പ്രതിനിധികൾ ആ മീറ്റിംഗിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ആ സമയത്ത് ആഫ്രിക്കയുടെയും മറ്റു പ്രതിനിധികൾ അതിനെ നഖശിഖാന്ന് നിർത്തും. അവർ പറഞ്ഞു, ആ ഇന്ത്യ പോലുള്ള കേവലം ചില രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ് ജനസംഖ്യയുടെ വർധനവ്. എന്നാൽ ലോകത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ജനസംഖ്യയുടെ വർധനവല്ല, ആഫ്രിക്ക നേരിടുന്ന വെല്ലുവിളിയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. എന്താണ് ആഫ്രിക്ക നേരിടുന്ന വെല്ലുവിളി? നമുക്കറിയാം, പട്ടിണിയാണ്. സൊമാലിയ പോലുള്ള ആഫ്രിക്കയുടെ രാജ്യങ്ങൾ 1 മിനിറ്റിൽ 3 പേരൊക്കെ പട്ടിണി കൊണ്ട് മരിക്കുന്ന രാജ്യങ്ങൾ. പട്ടിണിയാണ് ലോകം നേരിടുന്ന വെല്ലുവിളി എന്നുള്ള നിലവാരത്തിൽ അവർ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അമേരിക്കയുടെ പ്രതിനിധികൾ അതിനെ നഖശിഖാന്ന് നിർത്തുവാനുണ്ട്. അവർ പറഞ്ഞു, ആഫ്രിക്കയും ഇന്ത്യയും നേരിടുന്നതൊക്കെ പ്രശ്നങ്ങളാണ്, എന്നാൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതൊന്നുമല്ല. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്ക പോലുള്ള സമ്പന്ന രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ്. എന്താ ആ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം? ഭീകരവാദമാണല്ലോ. അമേരിക്ക എന്ന് തുടങ്ങിയ രാജ്യങ്ങൾ നേരിടുന്ന, അമേരിക്ക പോലുള്ള ഇതര രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം. റാമള്ളയും വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നുകളും പാലസ്തീനും പരിസര പ്രദേശങ്ങളും ഒക്കെ അസമാധാനത്തിന്റെ വിത്ത് ലോകത്തിന്റെ മനസാക്ഷിയിൽ സംഭാവന ചെയ്ത് ലോകത്തിൽ പുകയുന്ന പട്ടണങ്ങൾ. കാര്യങ്ങളെ യഥാവിധം വിവരിച്ചുകൊണ്ട് അമേരിക്ക നേരിടുന്ന പ്രശ്നമാണ് ലോകത്തിന്റെ വെല്ലുവിളി എന്നുള്ള നിലവാരത്തിൽ അവരിങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ ഒരു മാന്യനായ മനുഷ്യൻ മൗനമായിരുന്നിരുന്നു, അല്ലെങ്കിൽ മാന്യന്മാർ എപ്പോഴും മൗനമായിരിക്കും. ആ മനുഷ്യനും അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് അവർ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? ആ മനുഷ്യൻ പറയുക, സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞതല്ല ലോകത്തിന്റെ വെല്ലുവിളിയാണ്, പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതൊന്നുമല്ല. ഭീകരവാദവും പട്ടിണിയും ജനസംഖ്യയുടെ വർധനവും ഒക്കെ ലോകത്തിന്റെ വെല്ലുവിളികളാണ്, പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സുരക്ഷിതത്വമില്ലായ്മ. മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിന്റെ അത്യുച്ചകോടിയിൽ എത്തിക്കുന്നതിൽ പരമാർത്ഥമായ പങ്കുവഹിച്ച മനുഷ്യനാ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഒരിക്കൽ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെ? മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിന്റെ വിവിധ നിലവാരങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു കവിതയിലൂടെ പാടി, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ അവൻ അവന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന, അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ 10 മാസമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ കാലഘട്ടം. പക്ഷേ കാലം മാറിയപ്പോൾ, കാലഘട്ടം മാറിയപ്പോൾ കാലത്തിന്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, അമ്മയുടെ ഉദരത്തിൽ പോലും മനുഷ്യൻ സുരക്ഷിതനല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയാമോ, 2008 എന്ന് പറയുന്ന കഴിഞ്ഞതിന്റെ മുൻപിലത്തെ വർഷത്തിൽ ലോകത്താകമാനം നടന്ന ഏകദേശം 2009 കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. 2008 എന്ന് പറയുന്ന കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷത്തിൽ ലോകത്താകമാനം നടന്ന അബോർഷനുകളുടെ കണക്ക്
ഇന്ത്യൻ മെഡിക്കൽ സയൻസിന്റെ അംഗീകാരത്തോടെ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പറയുന്നത് ഏകദേശം 5 കോടി കുഞ്ഞുങ്ങളാ അവരുടെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് ലോകത്തിൽ കൊല്ലപ്പെട്ടത്. അതിനകത്ത് തന്നെ ഏകദേശം 65 ലക്ഷം കുഞ്ഞുങ്ങൾ ഭാരതത്തിലെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ആരും ഒരിടത്തും സുരക്ഷിതരല്ല. ഒരു ദൈവദാസന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വശത്ത് മനുഷ്യൻ വെള്ളം കുടിച്ചു മരിക്കുന്നു, മറുവശത്ത് മനുഷ്യൻ വെള്ളമില്ലാതെ മരിക്കുന്നു, ഒരു വശത്ത് മനുഷ്യൻ ആഹാരം കഴിച്ചു മരിക്കുന്നു, മറുവശത്ത് മനുഷ്യൻ ആഹാരമില്ലാതെ മരിക്കുന്നു, ഒരു വശത്ത് മനുഷ്യൻ മഴ കൊണ്ട് മരിക്കുന്നു, മറുവശത്ത് മനുഷ്യൻ മഞ്ഞ് കൊണ്ട് മരിക്കുന്നു. ആരും ഒരിടത്തും സുരക്ഷിതരല്ല. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഒരു ഗ്യാരണ്ടി പറയുവാനുണ്ട്, ഒരു സുരക്ഷിതത്വം പറയുവാനുണ്ട്. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ, സർവശക്തന്റെ നിഴലിന്റെ കീഴിലെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് പറയും, പർവ്വതങ്ങൾ ഇളകിയാലും അത് ഇളകിയിട്ട് വെള്ളത്തിൽ വീണാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കയറിയാലും നാം ഭയപ്പെടത്തില്ല. കാര്യം നമുക്കൊരു പാറയുണ്ട്, നമുക്കൊരു സങ്കേതമുണ്ട്, നമുക്കൊരു മറവിടമുണ്ട്. എവിടെയാണ് നാം ആരാധിക്കുന്നത്? യേശുവിന്റെ സന്നിധിയിൽ. ഇന്ന് രാത്രിയിൽ അത്യുന്നതന്റെ മറവിലെ ആ സുരക്ഷിതത്വത്തിന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ഈ രാത്രി അല്പസമയത്തെ വചന വിചിന്തനത്തിനായി ഒരു വേദപാഠത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകത്തിലേക്കാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ക്ഷണിക്കപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ മധ്യഭാഗത്തുള്ള ഇയ്യോബിന്റെ പുസ്തകം, അതിന്റെ 19-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഈ രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ ജീവിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. രുതിരം തന്ന് നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ ആദരം തുറന്ന് ആരാധിക്കുവാൻ ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാഗ്ദത്തത്തിന്റെ കൂട്ടവരാശികളായി ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൂട്ടിവരുന്ന ദൈവകൃപ ഓർക്കുന്ന ദൈവമക്കൾ നന്ദിയുടെ അതരങ്ങളോട് അല്പസമയങ്ങൾ കൂടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കാണ്ട് നാം മുമ്പേ ഓർത്തതുപോലെ നമ്മുടെ സുരക്ഷിതത്വം അത്യുന്നതന്റെ മറവ, സർവശക്തന്റെ നിഴലിന്റെ കീഴിലെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ദൈവമക്കൾ അവരെല്ലാവരും കൂടെ ആധാരങ്ങളെ തുറന്ന് അല്പസമയങ്ങൾ ആത്മമണവാളിന് സ്തോത്രം പാടി തുടങ്ങിക്കാണ്ട് പ്രിയ ദൈവമക്കളെ നാം പാടുന്നത് പോലെ നാം നിന്നതല്ല, നമ്മുടെ ദൈവം നമ്മെ നിർത്തിയതാ. നാം നേടിയതല്ല, കർത്താവ് നമുക്കെല്ലാം തന്നതാ. അവൻ നടത്തിയ വിധങ്ങളെ ഓർക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മയുടെ ആധാരങ്ങളോട് അല്പസമയം ചേർന്ന് പാടിക്കാണ്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കണ്ണിനെ കണ്ണീരിന് വിടുവിച്ച ദൈവത്തെ, നമ്മുടെ കാലിനെ വീഴ്ചയിൽ വിടുവിച്ച ദൈവത്തെ, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ നന്ദിയുടെ ആധാരങ്ങളോട് ഈ രാത്രി സ്തുതിച്ചു തുടങ്ങിക്കാണ്. ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് ഈ രാത്രി വ്യാപരിച്ചു തുടങ്ങുക. ഈ രാത്രിയിലെ വചന ശുശ്രൂഷ രോഗികൾക്ക് വിടുതലായി, പാപികൾക്ക് രക്ഷയായി, പിന്മാറ്റക്കാരുടെ ഉദ്ധാരണമായി വെളിപ്പെട്ടു വരേണ്ട ദൈവവചനത്തിനെതിരെ ഭൗമമണ്ഡലത്തിൽ മറപിടിച്ചു നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളും മാറിപ്പോകുവാൻ ആത്മനിർഭം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ഈ രാത്രി ഞങ്ങൾ വായിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുക. നിന്റെ ജനത്തോട് ദൈവാത്മാവ് സംസാരിക്കണമേ. ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസത്തിന് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യമായി, പാപികൾക്ക് രക്ഷയായി, പിന്മാറ്റക്കാരുടെ മടങ്ങി വരവാൻ ഈ രാത്രി ശുശ്രൂഷ മാറുവാൻ സ്വർഗം സഹായിക്കണം. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ അനുഭവങ്ങളുടെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമവിജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ശബ്ദ മാധ്യമങ്ങളിൽ കൂടെ ഈ ദൈവവചന ശുശ്രൂഷ ശ്രമിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സ്വർഗം സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടും ദൈവ സാന്നിധ്യം